ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലത്തിന് ശേഷം എൻ്റെ ഓൺ വോയിസിൽ ഞാനൊരു വീഡിയോ അല്ലെങ്കിൽ റീൽസ് ചെയ്യുന്നത്. വേറെ ഒന്നല്ല, എൻ്റെ ശബ്ദം വളരെ മോശമാണ്. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ വീഡിയോസിലൊക്കെ മിക്കതും പാട്ടാണ് കേട്ടോ ഇടയാറുന്നത്. ഇന്ന് ഞങ്ങൾ അമ്പലത്തിന് മേടപ്പരയാണ്. ഞങ്ങൾ അമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ വന്നിട്ട് ഒരു 6 മാസക്കാലം കഴിഞ്ഞിട്ടുണ്ട്. അന്നാലും നമ്മൾ താമസിക്കുന്നിടത്ത് നമ്മുടെ തട്ടകത്തെ ക്ഷേത്രമല്ലേ പറയാം. ഞങ്ങളുടെ ക്ഷേത്രം നമ്പൂർക്കാവാണ് കേട്ടോ. ഞാനും എൻ്റെ ഉണ്ണിയും കൂടിയാണ് പൂരത്തിന് പോകുന്നത്. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഉണ്ണിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മെല്ലെ പോവാണ് പോയിട്ട്. നല്ല തിരക്കുണ്ട്, ഓരോരുത്തരും വെടിക്കെട്ടും പൂരവും കാണാനൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നതായിരുന്നു കേട്ടോ. ചിലരൊക്കെ പൂരം കഴിഞ്ഞ് മടങ്ങാൻ, ഞങ്ങൾ എത്തുമ്പോഴേക്ക് പൂരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. മാത്രമല്ല, ഞാൻ രാവിലെ വരേണ്ട ആളാണ്, പക്ഷെ രാവിലേക്ക് ഒട്ടും വയ്യായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഉച്ചരിഞ്ഞ് വരാനുള്ള പദ്ധതിയായിരുന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോൾ നല്ല തിരക്കാണ്, എന്നാലും അത്യാവശ്യം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. മാത്രമല്ല, എൻ്റെ ഉമ്മി അവിടെ ചെന്നപ്പോൾ കണ്ട സാധനങ്ങൾ ഐസ്ക്രീം ഉണ്ടായിട്ട് അവൻ ആകെ ആവശ്യപ്പെട്ടത് ആ നീളത്തിലുള്ള ബലൂൺ മാത്രമാണ്. അത് കണ്ടില്ലേ, ഞങ്ങൾ എത്തുമ്പോഴേക്കും പൂരം കഴിഞ്ഞ് ആനകളൊക്കെ പോയി തുടങ്ങി. മെല്ലെ മെല്ലെ ഓരോ ആനകളായിട്ട് മൂവ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളവിടെ മെല്ലെ നിൽക്കുകയാണ്. ആനയുടെ വലിയെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അതാ അടുത്ത ആനയും മൂന്നാമത്തെ ആനയും പോയി തുടങ്ങി. അങ്ങനെ മെല്ലെ ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്ത് നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി ഗ്യാസ്. മെല്ലെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. വളരെ മനോഹരമായിട്ടാണ് കേട്ടോ അവിടെ കരഞ്ഞിരിച്ചില്ലായിരുന്നത്. ഉണ്ണി അതിൻ്റെ ഒപ്പം അവിടെ പാട്ടിനനുസരിച്ച് നല്ല ഡാൻസ് കളിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ല തൊഴിൽ തന്നെ. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ രാത്രിയിലത്തെ ലൈറ്റും എല്ലാം അതും വിളക്ക് വെച്ചത് എല്ലാം നല്ലൊരു ഭംഗിയായിരുന്നു. അതാ ഞങ്ങൾ പുറത്തേക്ക് കിടക്കാൻ നിൽക്കുമ്പോൾ ഒരു ആന അവിടെ വന്ന് നിൽക്കുന്നു. ലാസ്റ്റ് കൊട്ടാണെന്ന് തോന്നുന്നു. ഞങ്ങൾ മെല്ലെ അവിടെ നീങ്ങി ഇതിലെല്ലാം മെല്ലെ ക്യാമറകളിലൂടെ കൊട്ടിയെടുത്ത് മെല്ലെ നടന്നു പോകാൻ കേട്ടോ. അതാ ഇതൊന്നും എൻ്റെ ഉണ്ണിക്ക് വേണ്ട. എൻ്റെ ഉണ്ണിക്ക് ആകെ ചോദിച്ചത് നീളത്തിലുള്ള ബലൂൺ. 3 നീളത്തിലുള്ള ബലൂണും മേടിച്ച് ഞങ്ങൾ മെല്ലെ വീട്ടിലേക്ക് നടന്നു. കാരണം വെടിക്കെട്ടായിരുന്നു. പാവം എൻ്റെ ഉണ്ണി.